ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പോലീസ് അന്വേഷണത്തിൽ കോടതി ഇടപെടില്ല. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി പറഞ്ഞു. വിശദാംശങ്ങളുമായി താജുദ്ദീൻ ചേരുന്നു. താജു, ഇക്കാര്യത്തിൽ ഹർജി പരിഗണിക്കവേ കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒപ്പം പോലീസിന് കൂടി നേരത്തെ ജിഷയുടെ പരാതി കേൾക്കാത്ത പോലീസിന് കടുത്ത വിമർശനവും നടപടി കൂടി ശുപാർശ ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. പ്രജീഷ്, ജിഷ വധക്കേസിന്റെ അന്വേഷണത്തിന് CBIക്ക് കൈമാറേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. നിലവിൽ അഡീഷണൽ DGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരുകയാണ് വേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ജിഷയുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പൊതുജനമധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകരുതെന്ന് ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. മരണത്തിന് മുമ്പ് കുറുമ്പുന്തറ പോലീസിൽ പരാതി നൽകിയിരുന്നു. ജിഷ നൽകിയ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിന്റെയും പകർപ്പുകൾ ഹർജിക്കാർക്ക് നൽകിയില്ല എന്ന പരാതി കോടതി തള്ളിക്കളഞ്ഞു. ഇത്തരം അപേക്ഷകൾ അനുവദിക്കാനാവില്ലെന്നും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും പകർപ്പുകൾ പൊതുജനമധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകേണ്ടതില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരിശോധനയ്ക്ക് SC/ST പ്രൊട്ടക്ഷൻ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്ന പരാതിയും കോടതി പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ SC/ST നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി എന്ന പരാതിയും പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ കോടതി ഒരു തരത്തിലും ഇടപെടൽ നടത്തില്ല എന്ന് വ്യക്തമാക്കിയാണ് 3 പൊതുതാൽപര്യ ഹർജികളിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതീഷ്, താജു, അവിടെ പോലീസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഈ കൊലയിലേക്കടക്കം സംഭവങ്ങൾ എത്തുന്നതിന് തൊട്ടു മുൻപ് പോലീസ് സ്വീകരിച്ച നടപടിയെ നിശിതമായി കോടതി വിമർശിക്കുകയാണ് ചെയ്തത്. അന്നത്തേക്ക് ഉള്ള ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സ്ഥലം മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഈ നടപടി സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? പ്രജീഷ്, നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ കോടതി തൃപ്തി പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ പുരോഗതിയിൽ അടങ്ങുന്ന റിപ്പോർട്ട് IG മഹിപാൽ സിംഗ്, മധ്യമേഖല IG മഹിപാൽ സിംഗ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് കോടതി പരിശോധിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. മുൻപ് നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകൾ കോടതി ഗുരുതരമായി കാണേണ്ടതുണ്ട് എന്ന് അടക്കം വ്യക്തമാക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനം, ജനങ്ങൾക്ക് കയറിയിറങ്ങാവുന്ന തരത്തിൽ സംഭവ സ്ഥലം ഒഴിവാക്കിയിട്ടതും മറ്റും കോടതി ഗുരുതരമാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണെന്നും ഇക്കാര്യത്തിൽ തൽക്കാലം കോടതി ഇടപെടുന്നില്ല എന്ന നിലപാടാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഡോക്ടർ B സന്ധ്യയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. നിലവിൽ കോടതിക്ക് അന്വേഷണത്തിൽ ഇടപെടാനാവില്ല, അന്വേഷണം പുരോഗമിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് 3 പൊതുതാൽപര്യ ഹർജികളും കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെടുന്ന മറ്റ് 2 ഉപഹർജികളും കോടതി തീർപ്പാക്കിയത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൽക്കാലം പരിശോധിക്കേണ്ടതില്ല എന്ന നിലപാടും ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുകയായിരുന്നു. പ്രജീഷ്, താജുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ കൊലപ്പെടുത്തിയ മകൻ ഷെറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചിങ്ങവനത്തും ചെങ്ങന്നൂരും പോലീസ് പരിശോധന നടത്തുകയാണ്. ചെങ്ങന്നൂരിൽ പ്രവാസി മലയാളി ജോയ് ജോണിനെ മകൻ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കാറിൽ വെച്ച് 4 തവണ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചെങ്ങന്നൂർ ഗോഡൌണിൽ കൊണ്ടുവന്ന് കത്തിച്ചു കളയാൻ ശ്രമിച്ചു. പിന്നീട് മൃതദേഹം പല ഭാഗങ്ങളായി മുറിച്ചു മാറ്റുകയായിരുന്നു. ഇതിനുശേഷം തെളിവ് നശിപ്പിക്കാൻ ഓരോ ശരീരഭാഗവും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടു. തലയും ഉടലും ചിങ്ങവനം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. കൈകാലുകൾ പമ്പാനദിയിൽ ഒഴുക്കിവിട്ടു. കൈയുടെ ഒരു ഭാഗം ഇന്നലെ പോലീസിന് ലഭിച്ചിരുന്നു. പിതാവിൻ്റെ വഴിവിട്ട ജീവിതവും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കരുതുന്നു. ചെങ്ങന്നൂർ മുളകിഴക്ക് സമീപം കാറിൽ വെച്ച് 4 തവണ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഷെറിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈലിൽ നിന്നും പോലീസിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അതിരപ്പള്ളി പദ്ധതിയിൽ പൊതുചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളുടെ കാലം കഴിഞ്ഞെന്നും കേരളത്തിൽ കോൺഗ്രസ് ഇനി ഒറ്റക്കെട്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഗ്രൂപ്പ് വഴക്കുകളുടെയും തമ്മിലടിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും ഒരു കാലം കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്.
കേരളത്തിൽ 12-13 വർഷക്കാലം നേതൃത്വത്തിൽ ശ്രീ AK ആന്റണിക്ക് ശേഷം ഇരുന്ന ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഗ്രൂപ്പ് മത്സരങ്ങളുടെയും കിടമത്സരങ്ങളുടെയും സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സന്ദേശം ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായത്തിലെത്തിയ ചെന്നിത്തല ഗ്രൂപ്പ് വഴക്കുകളുടെയും മാധ്യമങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പ്രതീക്ഷ, കേരളത്തിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞതിനെ തുടർന്നാണ് തനിക്ക് പ്രതിപക്ഷ സ്ഥാനം ലഭിച്ചതെന്നും അത് ഉമ്മൻചാണ്ടി തന്നെയാണ് തന്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. വിവാദമായ പദ്ധതികളെ കുറിച്ച് മന്ത്രിസഭ പറയുമ്പോൾ അത് ചർച്ച ചെയ്ത ശേഷം പ്രതികരിക്കണം എന്നാണ് അതിരപ്പള്ളിയും അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിനെയും കുറിച്ചുള്ള രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. അതായത് അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് ഒരു അഭിപ്രായ സമന്വയത്തിലെത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും അനുയോജ്യം എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിന് എതിരായി മുന്നോട്ട് പോയാൽ അത് ചിലപ്പോൾ ഗുണകരമാകില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശവും അദ്ദേഹം നടത്തുകയുണ്ടായി. അതുപോലെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ നേരത്തെ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ കൂടി പരിഗണനയ്ക്കെടുത്ത് അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നും പറഞ്ഞു. അതുപോലെ ദേവസ്വം ബോർഡ് PSCക്ക് വിടാനായിട്ട് സർക്കാർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടെ പരിശോധിക്കണം. അത് ഇതിന്റെ നിയമസാധ്യത കൂടെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കണം PSCക്ക് വിടുന്നതിനെ കുറിച്ച് തീരുമാനിക്കുക. ഇത് നേരത്തെ ഇത്തരത്തിൽ വന്നപ്പോൾ അതിന്റെ നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത് വ്യക്തമായി പരിശോധിച്ച ശേഷമായിരിക്കണം അക്കാര്യത്തിലും പിണറായി സർക്കാർ അത്തരത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നാണ് രമേശ് ചെന്നിത്തല പ്രസ് ക്ലബിലെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പ്രതികരിച്ചത്. സുനിലാണ് വിവരങ്ങൾ നൽകിയത്. LNG പൈപ്പ് ലൈൻ സംബന്ധിച്ച് ധാരണയായി 2 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പെട്രോനെയ്റ്റിന്റെ ഉറപ്പ് ലഭിച്ചു. അതേസമയം LNG പദ്ധതിയെ സംബന്ധിച്ച് പെട്രോനെയ്റ്റ് MDയോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്രോനെയ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മുടെ താല്പര്യം നേരത്തെ പറഞ്ഞാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ താല്പര്യവും ലൈൻ വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചില വിശദാംശങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം കൊണ്ടുവരാമെന്ന് ഓക്കെ. പാമോലിൻ കേസിന്റെ വിചാരണ ജൂൺ 23 ആരംഭിക്കും. കേസ് ഇന്ന് തൃശൂർ വിജിലൻസ് കോടതി പരിഗണിച്ചെങ്കിലും മുൻ ചീഫ് സെക്രട്ടറി ജി തോംസൺ അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായില്ല. പ്രതികളായ മുൻ ഭക്ഷ്യമന്ത്രി TH മുസ്തഫ, സിവിൽ സപ്ലൈസ് സെക്രട്ടറി PJ തോമസ്, ജി തോംസൺ എന്നിവർ നൽകിയ വിടുതൽ ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. കേസിന്റെ വിചാരണ അനന്തമായി നീട്ടുകയാണെന്ന VS അച്യുതാനന്ദന്റെ ഹർജി അംഗീകരിച്ച് വിചാരണ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 23 കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിൽ എത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് അതാത് സംസ്ഥാനങ്ങൾ സമർപ്പിച്ചു. ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം സമാപിക്കും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്മേൽ ചർച്ചകളിലേക്ക് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കടന്നു. കേരളത്തിൽ മികച്ച വിജയം നേടാനായി കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഫലമാണ് വിജയമെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു.
തെരഞ്ഞെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വളർച്ച നേടാനായി എന്നതും വിലയിരുത്തലിന് വിധേയമാകും. വിശാല സഖ്യം രൂപീകരിച്ചാണ് പശ്ചിമബംഗാളിൽ മത്സരിച്ചത്. ഇത് എത്രത്തോളം ഗുണം ചെയ്തുവെന്നാണ് പരിശോധിക്കുന്നത്. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടക്കുന്നത്. അതാത് സംസ്ഥാന കമ്മിറ്റികൾ നേരത്തെ തന്നെ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ദില്ലി AKG ഭവന് മുന്നിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, ഇപ്പോൾ മൃതദേഹങ്ങൾ എവിടെയാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്? സംസ്കാരം എപ്പോഴായിരിക്കും? സമതച്ചാൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ മൃതദേഹങ്ങൾ രാവിലെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും 10:30 പയ്യാവൂർ സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തിച്ചു. അതിനുശേഷം അവിടെ നൂറുകണക്കിന് ആളുകളാണ് മൃതദേഹം കാണാനും അന്ത്യയാത്രാ മൊഴി നൽകാനുമായി എത്തിച്ചേർന്നത്. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം 12 മണിയോടുകൂടി ഇപ്പോൾ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെയും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളെയും സഹപാഠികളെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ മൃതദേഹത്തിന് SPC കാഡറ്റ്സുകൾ അവരുടെ സഹപാഠിക്ക് കൂടെ കുട്ടി അവരുടെ PV ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം. കേരള ഹൗസ് അങ്കണത്തിൽ നടന്ന സ്വീകരണത്തിൽ ദില്ലിയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. യാത്രാ ചെലവിന്റെ പേരിൽ പ്രവാസികളെ പിഴിയുന്നതിനെതിരെ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദില്ലി സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലി പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് നൽകിയത്. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പൂച്ചെണ്ടുകൾ നൽകി മുഖ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പുതിയ സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ല, ആർക്കെതിരെയും പ്രതികാര നടപടിക്കുമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരോടും പ്രതികാരം ചെയ്യാനുള്ളതല്ല ഈ ഗവൺമെന്റ്, എന്നാൽ ആരെയും വഴിവിട്ട് സംരക്ഷിക്കാനും ഉള്ളതല്ല ഈ ഗവൺമെന്റ്. ഇത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ചടങ്ങിൽ സംബന്ധിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മലയാളത്തിൽ സംസാരിച്ചത് ഏറെ കൗതുകമായി. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, മലയാളം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ RSS BJP യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കുമ്മനം രാജശേഖരനും V മുരളീധരനും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ശരിയായില്ലെന്ന് RSS കുറ്റപ്പെടുത്തി. സംസ്ഥാനതലത്തിലുള്ള പ്രചാരണത്തെ ഇത് ബാധിച്ചു. രാമൻപിള്ള, PP മുകുന്ദൻ എന്നിവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും RSSന്റെ വിമർശനം. വിശദാംശങ്ങളുമായി സമീർ ചേരുന്നു. സമീർ, RSS നേരത്തെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണം ഉന്നയിക്കപ്പെട്ടതുപോലെ നേതൃത്വം നൽകാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ മത്സരരംഗത്തേക്ക് വന്നു. മാത്രമല്ല പലരും ശോഭാ സുരേന്ദ്രൻ അടക്കം ഉന്നയിച്ചതുപോലെ കാലുവാരലൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും RSSന്റെ അടക്കം സാന്നിധ്യത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണോ? എന്താണ് ഇതുവരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്? പ്രതീക്ഷ രാവിലെ 10 മണിയോടുകൂടെ ആരംഭിച്ച യോഗമാണ് ഇപ്പോഴും തുടരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള യോഗമാണ് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. പ്രധാനമായും RSS BJPക്കെതിരെ 2 വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കുമ്മനം രാജശേഖരനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായ V മുരളീധരനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് ഇടയാക്കി എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. ഇരുവരും സംസ്ഥാന തലത്തിലുള്ള പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട 2 വ്യക്തികളാണ്. എന്നാൽ ഇവർക്ക് അതിന് കഴിയാതെ പോയി. അവരുടേതായ മണ്ഡലങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. അത് പ്രചാരണത്തെ വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ള ഒരു വിമർശനമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ BJPയിലെ 2 മുതിർന്ന നേതാക്കളായിട്ടുള്ള രാമൻപിള്ളയും PP മുകുന്ദനും ഇരുവരും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ ഇത്തരത്തിൽ വലിയ കഴിവുകളുള്ള, നന്നായി പ്രവർത്തന പരിചയമുള്ള ഈ 2 വ്യക്തികളെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഉണ്ടായി. അതോടൊപ്പം ആണ് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നത്. പാലക്കാട് തന്നെ കാലുവാരിയാണ് തോൽപ്പിച്ചത് എന്നുള്ള
ശോഭ സുരേന്ദ്രന്റെ പരസ്യ പ്രസ്താവനയും അതോടൊപ്പം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തും ഈ യോഗത്തിൽ ചർച്ചയാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഏതാനും ഇടങ്ങളിൽ കാലുവാരലും അതോടൊപ്പം തന്നെ മറ്റ് ബി ഡി ബന്ധവും എത്രമാത്രം ഉപകരിച്ചു, ബി ഡി ജെ എസുമായിട്ടുള്ള ബന്ധം ഇനി ഏത് വിധത്തിലാണ് തുടരേണ്ടത്, അതോടൊപ്പം തന്നെ മറ്റ് ജാതി വോട്ടുകളുടെ സമാഹരണത്തിൽ എത്രമാത്രം ഈ ബി ഡി ജെ എസുമായിട്ടുള്ള ബന്ധം ഉപകരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ചർച്ചയാവുന്നുണ്ട്. പ്രധാനമായും കാലുവാരൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപം സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഫലം വന്ന ശേഷം പലരുടെയും ഭാഗത്തുനിന്ന്, ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല മറ്റ് പലരുടെയും ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഈ പരസ്യ പ്രസ്താവനകൾ ശരിയായില്ല എന്നുള്ള ഒരു വിമർശനവും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും വൈകിട്ട് 4:30 വരെ നീളുന്ന യോഗമാണ് പുരോഗമിക്കുന്നത്. BJP, RSS ദേശീയ സംസ്ഥാന നേതാക്കൾക്കൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമീറാണ് വിശദാംശങ്ങൾ നൽകിയത്. ദക്ഷിണ നാവികസേനയുടെ പുതിയ മേധാവിയായി വൈസ് അഡ്മിറൽ AR കർവെ ചുമതലയേറ്റു. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണം. ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് അഡ്മിറൽ ഗിരീഷ് ലുത്ര പടിഞ്ഞാറൻ നാവികസേനയുടെ ഫ്ളാഗ് ഓഫീസറായി പോകുന്ന ഒഴിവിലാണ് വൈസ് അഡ്മിറൽ AR കർവെ ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത്. വർണ്ണാഭമായ ചടങ്ങുകളോടെയായിരുന്നു പുതിയ മേധാവിക്കുള്ള സ്വീകരണവും ചീഫ് അഡ്മിറൽ ഗിരീഷ് ലുത്രയ്ക്കുള്ള യാത്രയയപ്പും. ദക്ഷിണ നാവികസേനയെ യുദ്ധസജ്ജമായ ഓപ്പറേഷൻ കമാൻഡാക്കി മാറ്റുക എന്ന തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ AR കർവയ്ക്ക് കഴിയട്ടെയെന്ന് ഗിരീഷ് ലുത്ര ആശംസിച്ചു. 1980-ൽ സേനയിൽ ചേർന്ന കർവെ ദില്ലി നാവികസേന ആസ്ഥാനത്ത് ചീഫ് ഓഫ് പേഴ്സണലായി പ്രവർത്തിക്കുകയായിരുന്നു. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നിന്നും ബിരുദ ഇദ്ദേഹം ഇദ്ദേഹം കോളേജ് ഓഫ് നേവൽ വാർഫയറിൽ നിന്നാണ് നേവൽ ഹയർ കമാൻഡ് കോഴ്സ് പൂർത്തിയാക്കിയത്. അമേരിക്കയിൽ നിന്ന് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ കർവെ INS വിരാട്ടിന്റെ കമാൻഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP നുറുദ്ദീൻ്റെ മൃതദേഹം ഇന്ന് കണ്ണൂരും പയ്യന്നൂരും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വൈകുന്നേരം 4-ന് പുതിയങ്ങാടി ഹൈദ്രോസ് പള്ളിയിൽ ഖബറടക്കും. ശനിയാഴ്ച രാവിലെ വീട്ടിൽ തലയിറങ്ങി വീണതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് കണ്ണൂർ കൊയിലി ആശുപത്രിയിലും കോഴിക്കോട് മിംസിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ പുതിയ സാങ്കേതിക സംവിധാനത്തിൽ പൂർത്തിയാക്കിയ ആദ്യ ചിത്രം പ്രദർശനത്തിന് തയ്യാറായി. അങ്ങനെ തന്നെ നേതാവേ 5-8 പിന്നാലെ എന്ന ചിത്രമാണ് പ്രദർശനത്തിന് സജ്ജമായത്. ബേസ് ലൈറ്റ് കളർ കറക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചിത്രം പൂർത്തീകരിച്ചത്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പുതുതായി സ്ഥാപിച്ച ബേസ് ലൈറ്റ് കളർ കറക്ഷൻ DI യൂണിറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ ചിത്രമാണ് അങ്ങനെ തന്നെ നേതാവേ 5-8 പിന്നാലെ. പ്രദർശന സജ്ജമായ ചിത്രത്തിന്റെ ആദ്യ പതിപ്പ് KSFDC MD ദീപ നായർ ചിത്രത്തിന്റെ നിർമ്മാതാവ് സുരേഷ് നായർക്ക് കൈമാറി. അജിത് പൂജപ്പുര സംവിധാനം ചെയ്ത ചിത്രത്തിൽ നരേനാണ് നായകൻ. ശരിക്കൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമയാണ്. ഒരു സാങ്കല്പിക ഗ്രാമം, പെരുമാൾ ദേശം. പെരുമാൾ ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയക്കാർ വരാൻ പാടില്ല, രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല. അവസാനം അവർ രാഷ്ട്രീയം ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ ബേസിക്. ചിത്രം അടുത്ത വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. ഇന്ത്യയിൽ വിരലിലെണ്ണാവുന്നിടങ്ങളിൽ മാത്രമുള്ള ബേസ് ലൈറ്റ് കളർ കറക്ഷൻ സിസ്റ്റം കേരളത്തിൽ ഇതാദ്യമാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാനേജർ ബാലകൃഷ്ണൻ, ഏറ്റവും നല്ല കളർ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ബേസ് ലൈറ്റ് സിസ്റ്റം വാങ്ങിച്ചത്. ഇതിൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 കോടി രൂപ മുതൽ മുടക്കിയാണ് ചിത്രാഞ്ജലിയിൽ പുതിയ സംവിധാനം സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളിത്തിരയിൽ നിന്നിറങ്ങിയ രാഷ്ട്രീയക്കാരൻ പാലാ തങ്കച്ചൻ ഇന്ന് ജീവിതത്തിൽ MLA ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നറിയും മുൻപ് ചിത്രീകരണം തുടങ്ങിയ സിനിമ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ രാഷ്ട്രീയ നേതാവായി വേഷമിട്ട നടൻ ജീവിതത്തിൽ MLAയുമായി. നടൻ മുകേഷിന്റെ സിനിമയാണ് ഇത്തരമൊരു അപൂർവതയിലൂടെ കടന്നുവന്നത്. ജൂൺ 3-ന് റിലീസാകുന്ന അങ്ങനെ തന്നെ നേതാവെ 5-8 പിന്നാലെ എന്ന ചിത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിത്രീകരണം തുടങ്ങിയത്. ചിത്രീകരണം പുരോഗമിക്കവേ അതിലെ രാഷ്ട്രീയ നേതാവ് പ്രചരണത്തിന് ജനങ്ങളുടെ മുന്നിലെത്തി രാഷ്ട്രീയം പഠിപ്പിക്കാനെത്തുന്ന ആളുടെ വേഷമാണ് ചിത്രത്തിൽ മുകേഷിന്റേത്. കാർത്തിക പെരുമാളായി വേഷമിട്ട നായക നടൻ നരേന്റെ നേതൃത്വത്തിൽ സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടുന്ന സംഘം മുകേഷിന്റെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു. ചിത്രം പുറത്തിറങ്ങുന്നതിന് തലേന്ന് MLAയായി മുകേഷ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്നില്ലെന്ന് മുകേഷ് പറഞ്ഞു. അല്ല, ഇതിന്റെ തുടക്ക സമയത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെ ഏതോ ഒരു ഭാഗം, എനിക്കൊന്ന് അവസാനമൊക്കെ ഭാഗമായപ്പോഴത്തേക്ക് കുറച്ച്
ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ന്യൂസ്. എന്നാൽ പോലും വളരെ സജീവമായിട്ട് തന്നെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കഥാപരമായിട്ട് ഞാനൊന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഇവർ ആ ഇലക്ഷൻ സമയത്ത് ഇത് ഇറക്കിയാൽ, ഇനി ഞാൻ ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും ഈ നമ്മുടെ പാർട്ടിക്കോ എനിക്കോ എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ള ഒരു ചിന്ത വന്നു. നടൻ നരേനൊപ്പം ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ അജിത് പൂജപ്പുരയും നിർമ്മാതാവ് സുരേഷ് നായരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പള്ളിപ്പെരുന്നാളുകളും പെരുന്നാൾ അലങ്കാരങ്ങളും പലതും കണ്ടിട്ടുണ്ടെങ്കിലും എറണാകുളം കോതാട് തിരുഹൃദയ ദേവാലയത്തിലെ പെരുന്നാൾ അലങ്കാരം ഒന്ന് പ്രത്യേകം കാണേണ്ടത് തന്നെയായിരുന്നു. പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് നെടുനീളൻ പന്തലൊരുക്കിയാണ് കോതാട് തിരുഹൃദയ ദേവാലയത്തിലെ പെരുന്നാൾ ആഘോഷം വ്യത്യസ്ത അനുഭവം തീർത്തത്. കോതാട് തിരുഹൃദയ പള്ളിയോട് ചേർന്ന് 1/2 കിലോമീറ്റർ നീളത്തിലൊരു പന്തൽ. വെറും പന്തലല്ല, പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് അലങ്കരിച്ച കിടിലം പന്തൽ. പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൂടെ 1000 കിലോയ്ക്ക് പുറത്തു വരും. മുന്തിരി, മാമ്പഴം, ഓറഞ്ച്, കൈതച്ചക്ക, ആപ്പിൾ, തക്കാളി, ക്യാരറ്റ്, മുളക്, ബീൻസ്, ബീട്രൂട്ട്, വഴുതന, പടവലം, വെള്ളരി തുടങ്ങി ലിസ്റ്റ് അങ്ങനെ നീളും. പോരാത്തതിന് 200 കുല കരിക്കും 300 വാഴക്കുലകളും പന്തലിന് ചാരുത നൽകുന്നു. 150 പേരോളം വരുന്ന വിശ്വാസികളുടെ വളരെ നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണിതെന്ന് പറയുന്നു പള്ളി വികാരി ഫാദർ ബിജു തട്ടാരശ്ശേരി. ഈ തിരുനാൾ ആഘോഷത്തിന് പല വിധത്തിലുള്ള അലങ്കാരങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് നാച്ചുറലായ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് ഈ പന്തൽ അലങ്കരിച്ചിരിക്കുന്നത്. ഞായറാഴ്ചത്തെ ദിവ്യബലിക്ക് ശേഷമുള്ള പ്രദക്ഷിണം പന്തലിലൂടെയാണ് നടന്നത്. പ്രദക്ഷിണത്തിന് ശേഷം ജനങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളും ലേലം ചെയ്തു നൽകി. ദൃശ്യങ്ങൾ പകർത്തിയ JP കൊട്ടാരക്കരയ്ക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കഴിഞ്ഞ 18 വർഷങ്ങളായി ബഹ്റൈൻ പ്രവാസിയായ ഫ്രാൻസിസ് കൈതാരത്തിൻ്റെ മകൻ മർവിൻ ഫ്രാൻസിസിൻ്റെ ആദ്യ കുർബാന ആഘോഷ ചടങ്ങിൽ വെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്രാൻസിസ് നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നസ്രത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ലോഗോ പ്രകാശനവും ആദ്യ ഭവനദാനവും നടന്നു. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ കൊലപ്പെടുത്തിയ മകൻ ഷെറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചിങ്ങവനത്തും ചെങ്ങന്നൂരും പോലീസ് പരിശോധന നടത്തുകയാണ്. ചെങ്ങന്നൂരിൽ പ്രവാസി മലയാളി ജോയ് ജോണിനെ മകൻ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കാറിൽ വെച്ച് 4 തവണ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചെങ്ങന്നൂർ ഗോഡൌണിൽ കൊണ്ടുവന്ന് കത്തിച്ചു കളയാൻ ശ്രമിച്ചു. പിന്നീട് മൃതദേഹം പല ഭാഗങ്ങളായി മുറിച്ചു മാറ്റുകയായിരുന്നു. ഇതിനുശേഷം തെളിവ് നശിപ്പിക്കാൻ ഓരോ ശരീരഭാഗവും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടു. തലയും ഉടലും ചിങ്ങവനം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. കൈകാലുകൾ പമ്പാനദിയിൽ ഒഴുക്കിവിട്ടു. കൈയുടെ ഒരു ഭാഗം ഇന്നലെ പോലീസിന് ലഭിച്ചിരുന്നു. പിതാവിൻ്റെ വഴിവിട്ട ജീവിതവും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കരുതുന്നു. ചെങ്ങന്നൂർ മുളകിഴക്ക് സമീപം കാറിൽ വെച്ച് 4 തവണ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഷെറിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈലിൽ നിന്നും പോലീസിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അതിരപ്പള്ളി പദ്ധതിയിൽ പൊതുചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളുടെ കാലം കഴിഞ്ഞെന്നും കേരളത്തിൽ കോൺഗ്രസ് ഇനി ഒറ്റക്കെട്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഗ്രൂപ്പ് വഴക്കുകളുടെയും തമ്മിലടിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും ഒരു കാലം കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്. കേരളത്തിൽ 12-13 വർഷക്കാലം നേതൃത്വത്തിൽ ശ്രീ AK ആന്റണിക്ക് ശേഷം ഇരുന്ന ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഗ്രൂപ്പ് വഴക്കുകളുടെ, ഗ്രൂപ്പ് മത്സരങ്ങളുടെയും കിടമത്സരങ്ങളുടെയും സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സന്ദേശം ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ പൂട്ടിയാൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ UDF സർക്കാരിന്റെ കാലത്താണ് തീരുമാനിച്ചത്.
ഇതിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. നേരത്തെ കേരള ഹൈക്കോടതി സ്കൂൾ പൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിലാണ് മലാപ്പറമ്പ് സ്കൂൾ ഉള്ളത്. ഈ നിയമപ്രകാരം സ്കൂൾ പൂട്ടാനുള്ള തീരുമാനം തദ്ദേശ സ്ഥാപനവും AEOയും കൈക്കൊള്ളണം. ഇതിന്മേൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ മലാപ്പറമ്പ് സ്കൂൾ കാര്യത്തിൽ അത്തരമൊരു നടപടിക്രമം പാലിച്ചിട്ടില്ല. 3 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു സ്കൂളുകളുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ അടച്ചുപൂട്ടിയാൽ അത് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈക്കലാക്കാൻ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യക്കാർ ശ്രമിക്കും. ഭൂമിക്ക് കനത്ത വിലയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ മുതിർന്ന അഭിഭാഷകരെ ഹാജരാക്കാനും കേരള സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. LNG പൈപ്പ് ലൈൻ സംബന്ധിച്ച് ധാരണയായി 2 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പെട്രോനെറ്റിന്റെ ഉറപ്പ് ലഭിച്ചു. അതേസമയം LNG പദ്ധതിയെ സംബന്ധിച്ച് പെട്രോനെറ്റ് MDയോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്രോനെറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസാരിക്കാൻ വേണ്ടി അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു. നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മുടെ താല്പര്യം നേരത്തെ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ താല്പര്യവും ലൈൻ വേണമെന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ചില വിശദാംശങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞു. അത് അദ്ദേഹം കൊണ്ടുവരണം. ഓക്കെ. പാമോലിൻ കേസിന്റെ വിചാരണ ജൂൺ 23 ആരംഭിക്കും. കേസ് ഇന്ന് തൃശൂർ വിജിലൻസ് കോടതി പരിഗണിച്ചെങ്കിലും മുൻ ചീഫ് സെക്രട്ടറി ജി തോംസൺ അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായില്ല. പ്രതികളായ മുൻ ഭക്ഷ്യമന്ത്രി TH മുസ്തഫ, സിവിൽ സപ്ലൈസ് സെക്രട്ടറി PJ തോമസ്, ജി തോംസൺ എന്നിവർ നൽകിയ വിടുതൽ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. കേസിന്റെ വിചാരണ അനന്തമായി നീട്ടുകയാണെന്ന VS അച്യുതാനന്ദന്റെ ഹർജി അംഗീകരിച്ച് വിചാരണ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 23 കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. വയനാട് ബത്തേരി പുൽപ്പള്ളി 4-ാം മൈലിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെടിയേറ്റ് ചെരിഞ്ഞതാണെന്ന് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. വൈൽഡ് ലൈഫ് വാർഡൻ K ധനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ബത്തേരി പുൽപ്പള്ളി സംസ്ഥാന പാതയിലാണ് പിടിയാനയെ വെടിയേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 13 വയസ്സ് പ്രായമുണ്ട്. മസ്തിഷ്കത്തിൽ വെടിയേറ്റതാണ് മരണകാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വെടിയേറ്റ് ഓടുകയോ ചലിക്കുകയോ ചെയ്തിട്ടില്ല. നിന്നിരുന്ന അതേ അവസ്ഥയിൽ തന്നെ ചരിയുകയായിരുന്നു ആന. അതുകൊണ്ട് തന്നെ റോഡരികിൽ വാഹനത്തിലെത്തി വെടിയുതിർത്തതാവാനാണ് സാധ്യതയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. സ്റ്റേഷനോട് റോഡിനോട് ചേർന്നിട്ടാണ് ഒരു പിടിയാനെ വെടിവെച്ചതായിട്ടാണ് സംശയിക്കുന്നത്. വാഹനത്തിൽ നിന്നാണ് വെടിവെച്ചതെന്നാണ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബാലിസ്റ്റിക് ടെസ്റ്റ് നടത്താനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർ അരുൺ സ്കറിയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനായി മൃതദേഹം ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിടിയാനയെ വെടിവെച്ചതിനാൽ തന്നെ വേട്ടയല്ല ഉദ്ദേശമെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണം സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ. ന്യൂസ് ബ്യൂറോ, വയനാട്. 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് അതാത് സംസ്ഥാനങ്ങൾ സമർപ്പിച്ചു. ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം സമാപിക്കും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്മേൽ ചർച്ചകളിലേക്ക് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കടന്നു. കേരളത്തിൽ മികച്ച വിജയം നേടാനായി കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഫലമാണ് വിജയമെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ
പാർട്ടിക്ക് വളർച്ച നേടാനായി എന്നതും വിലയിരുത്തലിന് വിധേയമാകും. വിശാല സഖ്യം രൂപീകരിച്ചാണ് പശ്ചിമബംഗാളിൽ മത്സരിച്ചത്. ഇത് എത്രത്തോളം ഗുണം ചെയ്തുവെന്നാണ് പരിശോധിക്കുന്നത്. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടക്കുന്നത്. അതാത് സംസ്ഥാന കമ്മിറ്റികൾ നേരത്തെ തന്നെ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ദില്ലി AKG ഭവന് മുന്നിൽ നിന്നും ക്യാമറാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ RSS BJP യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കുമ്മനം രാജശേഖരനും V മുരളീധരനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ശരിയായില്ലെന്ന് യോഗത്തിൽ RSS കുറ്റപ്പെടുത്തി. സംസ്ഥാന തലത്തിലുള്ള പ്രചാരണത്തെ ഇത് ബാധിച്ചു. രാമൻപിള്ള, PP മുകുന്ദൻ എന്നിവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും RSS കുറ്റപ്പെടുത്തി. യോഗത്തിൽ ഇരു സംഘടനകളുടെയും സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം. കേരള ഹൗസ് സംഘടനത്തിൽ നടന്ന സ്വീകരണത്തിൽ ദില്ലിയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടൊന്നും ചെയ്യില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. യാത്രാ ചെലവിന്റെ പേരിൽ പ്രവാസികളെ പിഴിയുന്നതിനെതിരെ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദില്ലി സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലി പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് നൽകിയത്. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പൂച്ചെണ്ടുകൾ നൽകി മുഖ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പുതിയ സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ല, ആർക്കെതിരെയും പ്രതികാര നടപടിക്കുമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരോടും പ്രതികാരം ചെയ്യാനുള്ളതല്ല ഈ ഗവൺമെൻറ്. എന്നാൽ ആരെയും വഴിവിട്ട് സംരക്ഷിക്കാനും ഉള്ളതല്ല ഈ ഗവൺമെൻറ്. ഇത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ചടങ്ങിൽ സംബന്ധിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മലയാളത്തിൽ സംസാരിച്ചത് ഏറെ കൗതുകമായി. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകൾ ചുരുക്കത്തിൽ. അടിമകളാക്കപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഓൺലൈനിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. സംഘടനയുടെ മൂലധനം ഉയർത്തുന്നതിന് ആവശ്യമായ പണം ലഭിക്കുന്നതിനാണ് ഓൺലൈൻ വാണിഭമെന്നും റിപ്പോർട്ട്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മൊറോക്കോ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. ഹൂസ്റ്റണിലുണ്ടായ വെടിവെപ്പിൽ അക്രമി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. 6ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കിടെ മെഡിറ്ററേനിയൻ തീരത്തുണ്ടായ 3 കപ്പൽ ദുരന്തങ്ങളിൽ 700-ലധികം അഭയാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി UN വാർത്താ ഏജൻസി.